ടിബറ്റിൽ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു അണക്കെട്ട് വരികയാണ്. നിലവിലുള്ളതിനേക്കാളൊക്കെ വലുത് തന്നെയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടാക്കും? ഇങ്ങനൊരു അണക്കെട്ട് വരുന്നു എന്നുള്ളതും അത് നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകും എന്നുള്ളതും വലിയ ചർച്ചയായിരിക്കുകയാണ്. അത് വിശദീകരിച്ച് പറഞ്ഞാലേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ വിഷയം. ഇത് ടിബറ്റിലാണ്. 3 രാജ്യങ്ങളിലൂടെ ഒഴുകിപ്പോകുന്ന നദിയിലാണ് ഈ അണക്കെട്ട് വരുന്നത്. അതായത് യാർലൂങ് സാങ്പോയ് എന്നാണ് ടിബറ്റിൽ ആ നദി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചൈന ആ നദിയെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇത് നമ്മുടെ ബ്രഹ്മപുത്രയാണ് സാധനം. അപ്പോൾ ഇപ്പോൾ ചൈനയ്ക്ക് അതിൽ വലിയ അണക്കെട്ടുണ്ട്. ശരിക്കും ഈ അണക്കെട്ട് അവർ നിർമ്മിക്കുന്നത് വെറുതെ വെള്ളം തടഞ്ഞു നിർത്തി ജലസേചനത്തിന് വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ പുറകിലൊരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിനു മുമ്പ് ഈ നിലവിൽ അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഉണ്ട്, അവർക്ക് ഒരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെ 3 ഇരട്ടി ശേഷിയുള്ള ഒരു പ്ലാന്റിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ അണക്കെട്ടും വളരെ വലുതായിരിക്കും. അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് നേരത്തെ വന്ന വിവരങ്ങളനുസരിച്ച് 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണ് അവർ വിഭാവനം ചെയ്യുന്നത്. 10,000 കോടി ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ പദ്ധതിയാണ് അവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു അണക്കെട്ട് വരുന്നതോടുകൂടി ഈ ഇന്ത്യയിലേക്കുള്ള ജലമൊഴുക്ക് കുറയും. അങ്ങനെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും അത് വലിയ പണിയായി മാറും എന്നൊരു വാദമുണ്ട്. പക്ഷെ അത് സത്യത്തിൽ വെറുതെയാണ്. കാരണം ഇത് ഉത്ഭവിച്ച് അവിടെ കടന്നു വന്ന് ഇന്ത്യയിലേക്ക് കടന്നതിന് ശേഷമാണ് ഈ വലുതും ചെറുതുമായ ഒരുപാട് നദികൾ ഇതിൽ ചേരുന്നുണ്ട്. അങ്ങനെ ചേർന്ന് ഈ പറഞ്ഞതുപോലെ ഇത് വലിയ ഒരു നദിയായി മാറി ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ അതിർത്തിക്ക് അപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ നിർമ്മാണം നടത്തിയത് കൊണ്ട് നമുക്ക് ജലത്തിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടില്ല. കാരണം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് മറ്റു പല കൈവഴികളായിട്ട് വേറെയും നദികൾ വന്ന് ഒഴുകി ഇതിലേക്ക് ചേരുന്നു. അപ്പോൾ ആ നദികളിലെങ്ങും മറ്റ് അണക്കെട്ടുകളോ മറ്റ് തടസ്സങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് യഥേഷ്ടം ജലം ലഭിക്കും. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഈ നദിയിൽ വലിയ അണക്കെട്ടുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഒന്നിലധികം അണക്കെട്ടുകൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മളും ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. നമ്മളും വലിയ തോതിൽ അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ ഈ ചൈന ഇങ്ങനെ ഒരു അണക്കെട്ട് പണിഞ്ഞ് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇന്ത്യയും ഇവിടെ നടപടികൾ എടുത്തു തുടങ്ങി. അത് ഈ പറഞ്ഞതുപോലെ ഇതൊരു ജല ബോംബാണ്, ഈ അണക്കെട്ട് പൊട്ടിച്ച് ഇന്ത്യയെ വെള്ളത്തിൽ മുക്കും എന്നൊക്കെ ഉള്ള പലതരത്തിലുള്ള കഥകൾ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള ചർച്ചകൾ ഈ യൂട്യൂബ് ചാനലുകളും നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഒക്കെ നടത്തി, ലേഖനങ്ങൾ എഴുതി, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ എഴുതി. പക്ഷെ അതൊന്നും അല്ല സത്യം. അപ്പം അവിടെ അണക്കെട്ട് അവർ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തുന്നത് അവരുടെ ആവശ്യമാണ്. അവരത് ഒരു വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലാതെ അവർക്ക് ഒരു സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് ചൈന വരാനുള്ള കാരണം ഒന്ന്, അത് പൊള്യൂഷൻ അതിലില്ല, പരിസര മലിനീകരണം അതിലില്ല. നമ്മൾ മറ്റേതെങ്കിലും തരത്തിൽ നോക്കുകയാണെങ്കിൽ കാർബൺ എമിഷനുണ്ട്. ഇപ്പം നമ്മൾ ആണവ റിയാക്ടറുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇതിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ആണവ വേസ്റ്റ്, ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്ന ആണവ മാലിന്യം ഉണ്ട്. ഇത് നമുക്ക് വേണ്ട രീതിയിൽ സംസ്കരിച്ച് തീർക്കാൻ പറ്റില്ല ഈ മാലിന്യം. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ കാർബൺ എമിഷൻ, ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിൽ തെർമൽ പവർ പ്ലാന്റ് ആണെന്നിരിക്കട്ടെ, കൽക്കരിയൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ ഡീസൽ കത്തിച്ച് എടുക്കുക, അവിടെയും വലിയ രീതിയിൽ കാർബൺ ബഹിർഗമനമുണ്ട്. പക്ഷെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഇത് വെള്ളം വളരെ കൃത്യമായിട്ട് കെട്ടി നിർത്തി ഒരു പൈപ്പ് വഴി കൊണ്ടുവന്ന് ഡൈനാമോ
ഇതിലേക്ക് പ്ലാന്റിലേക്ക് അടിച്ചു കയറ്റുന്നു, അവിടെ ഡൈനാമോ കറക്കുന്നു, അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ അവിടെ കാർബൺ ബഹിർഗമനം ഇല്ല. അപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം കാർബൺ ബഹിർഗമനം ഇല്ലാത്ത പദ്ധതികളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൈന മാത്രമല്ല, ലോകത്തെല്ലാവരും അങ്ങനെയാണ്. ഈ ആഗോളതാപനം വർദ്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അവർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും ഈ പദ്ധതി, ഇന്ത്യയുടെ മണ്ണിൽ ഈ പദ്ധതി കൊണ്ടുവരുന്നത് ഇതിനാണ്. അപ്പോൾ ഈ ചെറുതും വലുതുമായ അണക്കെട്ടുകൾ നിർമ്മിച്ച് ഇന്ത്യയും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകളിലേക്കൊക്കെ പോവുകയാണ്. അത് ബംഗ്ലാദേശിന് വലിയ അടിയാണ്. കാരണം അവർക്ക് ആവശ്യത്തിന് ജലം കിട്ടില്ല, ജലത്തിൻ്റെ കുറവ് വരും. അതേസമയം ഇന്ത്യക്കോ ചൈനയ്ക്കോ അതൊരു പ്രശ്നമല്ല. ഇത് ഈ അരുണാചൽ പ്രദേശിൽ നമ്മൾ ഈ അണക്കെട്ട് പണിയാൻ തുടങ്ങിയപ്പോൾ ചൈന നേരത്തെ നമ്മളുമായിട്ട് അത്ര സൗഹൃദത്തിലല്ലായിരുന്നു. മാത്രമല്ല, ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ചൈന അവരുടെ ഒരു ഭൂഭാഗമാണ് എന്ന് കരുതിയൊക്കെ ഇരിക്കുകയാണ്. അതിനിപ്പോഴാണ്, കഴിഞ്ഞ 10 വർഷം ആണ് അതിനൊരു മാറ്റം വന്നത്. അത് കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഈ അണക്കെട്ടുമൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു വലിയ തോതിൽ അവിടെ നാട്ടുകാരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചു. അപ്പോൾ ജനങ്ങളിറങ്ങി വലിയ രീതിയിൽ പ്രതിഷേധവും, ഇത് കാരണം എന്ന് വെച്ചാൽ ഈ ഡാം ഇങ്ങനെ വലിയ വലിയ ഡാമുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയല്ലേ. അപ്പോൾ വലിയ രീതിയിൽ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ രംഗത്ത് വന്നു. ഇതിനെ നമുക്ക് പരിപൂർണമായിട്ടും പരിഹരിക്കാനൊന്നും പറ്റിയില്ല. അവരെ മുഴുവനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് നമ്മൾ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തടസ്സങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ പൂർണ്ണമായിട്ടും നമ്മുടെ വശത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് ചൈനയുടെ ഇടപെടലാണ് എന്നാണ് പറയുന്നത്. ഈ ടിബറ്റൻ പീഠഭൂമിയിലെ നദികളുടെ എല്ലാം നിയന്ത്രണം ചൈനയുടെ കയ്യിലിരിക്കുകയാണ്. ചൈന അതിനെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ ഈ ഇന്ത്യ ചൈന യുദ്ധം എന്ന് പറയുന്നത് ഒരു ജലയുദ്ധമാണ്. ജലം ഒരു വലിയ വിഷയമാണ് ചൈനയ്ക്ക്, പ്രത്യേകിച്ചും ഈ നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത്. അതാണ് അവിടുത്തെ ഒരു വിഷയം. 2, ഈ ചൈനയ്ക്ക് അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ കൃത്രിമ ബുദ്ധി കൊണ്ട് ഈ ഡാറ്റാ സെൻറ്ററുകൾ പ്രവർത്തിപ്പിക്കണം. അതിന് വലിയ തോതിൽ വൈദ്യുതി വേണം. ആ വൈദ്യുതി അണമുറിയാതെ കിട്ടുകയും വേണം. അതിന് അവർ പല മാർഗങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. ഇതിൻ്റെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു. കാർബൺ ബഹിർഗമനം ഇല്ലാത്ത പരിസ്ഥിതി, ഈ പറഞ്ഞ പരിസര മലിനീകരണം കൂടാതെയുള്ള വൈദ്യുതി ഉൽപ്പാദനമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ത്യയാകട്ടെ, ഇന്ത്യക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഈ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യ വളരെ കൂടുതലാണ്. അതും കുറച്ച് കൊണ്ടുവരാൻ ഇന്ത്യയും ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും ചൈനയെ പോലെ തന്നെ എപ്പോഴും നമ്മളൊരു വികസിതാവസ്ഥയിലേക്ക്, പുരോഗതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ കുറയ്ക്കും. ആദ്യം നമ്മൾ ചിലവ് കുറഞ്ഞ മാർഗങ്ങളൊക്കെ നോക്കും. അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നേറി, കുറച്ച് നമ്മുടെ കയ്യിൽ ഇച്ചിരി കാശൊക്കെ ആയി കഴിയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല വീട് എന്നൊക്കെ ചിന്തിക്കുമല്ലോ വ്യക്തികൾ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും ഇനി ഈ ഫോസിൽ ഇന്ധനങ്ങൾ വേണ്ട, നമുക്കല്ലാതെയുള്ള മാർഗങ്ങൾ നോക്കണം, കാർബൺ ബഹിർഗമനം പരമാവധി കുറയ്ക്കണം എന്നൊരു ചിന്തയിലേക്ക് പോയിട്ടുണ്ട്. അത് ഇന്ത്യയും ചൈനയും ഏതാണ്ട് ഒരേപോലെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിൻ്റെ ദോഷം മുഴുവനും അനുഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച് നിൽക്കാതെ, കാരണം ചൈനയുമായിട്ട് അവർക്ക് നേരിട്ട് ബന്ധമില്ല, ഇന്ത്യയുമായിട്ട് സഹകരിച്ച് നിൽക്കാതെ, ഇന്ത്യയോട് ഒരു സൗഹാർദ്ദപരമായിട്ട് പോകാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ബംഗ്ലാദേശിൻ്റെ 3 ചുറ്റിനും കിടക്കുന്ന ഭൂപ്രദേശം ഇന്ത്യയുടേതാണ്. പിന്നെ അവർക്കുള്ളത് കടലാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇറുകാൻ പോകുന്നത് ബംഗ്ലാദേശാണ്. അതേസമയം ഇന്ത്യക്ക് അത്രയും പ്രശ്നങ്ങളില്ല. ഇന്ത്യ കുറേ കൂടെ സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന് ഈ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകളാണ് അതിൻ്റെ കാരണം. പക്ഷേ ചൈനയുടെ ഈ അണക്കെട്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ബംഗ്ലാദേശിന് മാത്രമല്ല, നമുക്കും ഒരു ചെറിയ വെല്ലുവിളി അതിനകത്തുണ്ട്.
പക്ഷെ ആ വെല്ലുവിളിയെ നമുക്ക് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട് മറികടക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷെ എന്നാലും ചൈന ഈ പറഞ്ഞതുപോലെ അവിടെ വലിയ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നു. അരുണാചൽ പ്രദേശിലും മറ്റും ജനങ്ങളെ ഇളക്കി വിട്ട് പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് ഈ ഇന്ത്യ നിർമ്മിക്കുന്ന അണക്കെട്ടിനെതിരെ വലിയ പാരിസ്ഥിതിക പ്രക്ഷോഭങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ചൈനയ്ക്ക് പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചൈന നിർമ്മിക്കുന്ന അണക്കെട്ടിനെതിരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരത് വലിയ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് വലിയ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നത് ബംഗ്ലാദേശിനാണ്. അവർക്ക് മറ്റു വഴികളില്ല. ഈ കുടിവെള്ളത്തിന് ഇന്ത്യയെ ആശ്രയിച്ചേ മതിയാവുള്ളൂ എന്നൊരു ഘട്ടത്തിലേക്ക് അവർ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.